ഷവോമിയുടെ ഷവോമി 14 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി 14 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഷവോമി 14 അൾട്രയിൽ 6.73 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. റെസൊല്യൂഷൻ വരിക 3200x1400 ആയിരിക്കും. അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. കേർവ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കില്ല, വളരെ ചെറിയ രീതിയിൽ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. 4 ഭാഗത്തും ഈ ഒരു ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 220 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 9.2 mm ആയിരിക്കും. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഫോണിന് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ടൈറ്റാനിയം ഫ്രെയിമുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വന്നേക്കാം. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാപിക്സലിലെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി LYT900 സെൻസർ ആയിരിക്കും. 1 ഇഞ്ചിൻ്റെ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാപിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. മൂന്നാമത് 50 മെഗാപിക്സലിലെ f3.0 അപ്പേഴ്സിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് വന്നേക്കാം. ഇതിൽ 3.2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ 50 മെഗാപിക്സലിലെ f3.0 അപ്പേഴ്സിൽ വരുന്ന മറ്റൊരു പെരിസ്കോപ്പ് ലെൻസ് കൂടി ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ക്യാമറയിൽ 8K വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5300 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 22 ഈ സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഫെബ്രുവരി 25 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. യൂറോപ്യൻ മാർക്കറ്റിലേക്കായിരിക്കും ആ ഒരു ദിവസം മെയിനായിട്ട് ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇന്ത്യയിൽ പിന്നീട് ചിലപ്പം ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിൻ്റെ കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോണിൻ്റെ വില 1499 യൂറോസ് ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 1,34,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അത് അത്യാവശ്യം കൂടിയൊരു വില തന്നെയാണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആരെങ്കിലും ഷവോമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുമോ എന്നുള്ളതും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കുറഞ്ഞേക്കാം. ചിലപ്പം 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയൊക്കെ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഷവോമി 14 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിൽ വന്നേക്കാം. വിലയും അത്യാവശ്യം നല്ലോണം വരുന്നതായിരിക്കും. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരാൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുമ്പോൾ ഷവോമിയുടെ ഫോൺ സെലക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഷവോമി 14 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.